ഹായ് നമസ്കാരം. ടാരോട്ട് കാർഡ് റീഡിംഗിലേക്ക് സ്വാഗതം. ഓക്കെ, ഈ ആഴ്ച നിങ്ങളുടെ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഇന്ന് ഞായറാഴ്ച ആണ്. എന്തായാലും ഇത്ര സമയം ഇന്നത്തെ ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച തൊട്ട് നോക്കാം. തിങ്കൾ തൊട്ട് ഞായർ വരെ എന്താണ് നിങ്ങൾക്ക് മഹാദേവൻ്റെ ഭാഗത്തുനിന്ന് ഡിവൈൻ്റെ ഭാഗത്തുള്ള മെസ്സേജ് എനർജി എങ്ങനെയായിരിക്കും നിങ്ങളുടെ, എന്തൊക്കെ ബ്ലെസ്സിങ്സാണ് ഡിവൈൻ നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച തരുന്നത് എന്നൊക്കെ നോക്കാം. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമെങ്കിൽ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ സാധിക്കും. കറക്റ്റായിട്ടുള്ള റീഡിങ്ങും തരാൻ പറ്റുമോ എനിക്ക്. ഓക്കെ, ഈ ഒരാഴ്ച നമുക്ക് തിങ്കളാഴ്ച ദിവസത്തെ 10 of Wands ആണ് വന്നിരിക്കുന്നത്. ക്ലാരിറ്റി എടുക്കാൻ എന്താണ് ഇപ്പോൾ ന്യൂ ഇയർ ആണ് വരുന്നത്. നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഞാനൊരു വീഡിയോ എടുക്കണമെന്നുണ്ട്. എൻ്റെ സമയം പോലെ കൃത്യ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ ഇടണമെന്ന് ഞാൻ ഇടാം. നോക്കട്ടെ ക്ലാരിറ്റി എന്താണ് ഈ 9 of Wandsന് വന്നേക്കുന്നത് നോക്കാം. ഓക്കെ, മജീഷ്യൻ വന്നിട്ടുണ്ട്, 6 of Cups വന്നിട്ടുണ്ട്, 2 of Wands വന്നിട്ടുണ്ട്. തിങ്കളാഴ്ച ദിവസത്തെ എനർജി ഇതാണ്. ബോട്ടം വന്നിരിക്കുന്നത് 9 of Wands ആണ് വന്നിരിക്കുന്നത്. 10 of Wands നമ്മൾ എടുത്തതും കേട്ടോ. തിങ്കളാഴ്ച ദിവസം കൂടുതൽ നിങ്ങൾക്കൊരു ജോലിയെ സംബന്ധിച്ച് ഒരു എനർജിയാണ് കൂടുതൽ ഇവിടെ കാണിക്കുന്നത്. ഒരു അതോറിറ്റി കിട്ടുന്നതാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം മാറുവാണ്. ആ ഒരു ജോലിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ എൻ്റെ ആവുകയാണ്. എൻ്റെ ആയിട്ട് നല്ലൊരു അതോറിറ്റി നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങളെന്തെങ്കിലും പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു കാര്യം അനുകൂലമാണ്. അതല്ല ജോലി ഇല്ലാത്തവർക്കാണെങ്കിൽ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് ജോലി കിട്ടുന്ന ദിവസമാണ്. അതുകൊണ്ട് അന്നത്തെ ദിവസം എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ നടക്കുമോ അതൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിരിക്കും അന്നത്തെ ദിവസം. അപ്പം പിന്നെ നമ്മൾ ക്ലാരിറ്റി എടുത്തപ്പം മജീഷ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ആ ഒരു ജോലി സംബന്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നേടാനാണ് ഡിവൈൻ പറയുന്നത്. കാരണം അന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പ്രത്യേക പവർ കാണും. നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന ദിവസമാണ്. അപ്പോൾ തിങ്കളാഴ്ച ദിവസം നിങ്ങളുടെ കരിയർ സംബന്ധിച്ച് നിങ്ങൾ എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ നേടുന്ന ദിവസമാണ്. പിന്നെ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഏതെങ്കിലുമൊക്കെ നല്ല ആൾക്കാരെ കണ്ടുമുട്ടാനും അവരിൽ നിന്ന് നല്ല നല്ല ഓർമ്മകളൊക്കെ നിങ്ങൾ ഓർത്ത് ഭയങ്കര സന്തോഷമായ ദിവസമായിരിക്കും അന്ന്. കൺഫ്യൂഷൻ്റെ ഒരു കാർഡുണ്ട്. അപ്പോൾ ഒരു 2 Wands വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇതുവരെ കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കൺഫ്യൂഷന് സ്ട്രഗിൾ ചെയ്യുന്നതിനൊക്കെ ഒരു എൻഡിങ് ആയിട്ട് നല്ലൊരു സന്തോഷത്തിലേക്കാണ്. തിങ്കളാഴ്ച എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു സന്തോഷമായിരിക്കും. നല്ലൊരു ഉണർവോടെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ച് നേടാൻ സാധിക്കും. മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിങ്കളാഴ്ച ദിവസം നടക്കുന്നതാണ്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ബോട്ടം വന്നിരിക്കുന്നത് 9 of Wands വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ആ 10 of Wands എടുത്തതിനകത്ത് എംപറർ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പുതിയ തുടക്കം, സക്സസ് ആണ്, നല്ലൊരു ഉണർവാണ്, പോസിറ്റീവ് എനർജി ആയിരിക്കും ദിവസം. പിന്നെ 9 of Wands വന്നിരിക്കുന്നതും നിങ്ങൾക്ക് ഭയന്നിരിക്കുന്ന പല കാര്യങ്ങൾക്കും അന്നത്തെ ദിവസം ഒരു കറക്റ്റായിട്ടൊരു നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് ഉത്തരം കിട്ടിയിരിക്കും. ആ ഒരു ഭയന്നിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഭയമൊക്കെ മാറ്റി വെച്ച് അതിനൊരു കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയിരിക്കും. കോൺഫിഡൻസ് കാണും നിങ്ങൾക്ക് അന്നത്തെ ദിവസം. ഭയമെല്ലാം മാറ്റി വെക്കുന്ന ദിവസമാണ്. കൺഫ്യൂഷൻ കൊണ്ട് എന്തെങ്കിലും ഭയന്നൊക്കെ ഇരിക്കുന്നെങ്കിൽ അതൊക്കെ മാറുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. അപ്പോൾ എല്ലാവരുടെയും എനർജി ഇതാണ്. നിങ്ങളുടെ കെയറിലാണ് ഏറ്റവും കൂടുതൽ. പിന്നെ റിലേഷൻഷിപ്പിലെന്ന് വെച്ചാൽ ഇങ്ങനത്തെ നല്ല ആൾക്കാരെയൊക്കെ കണ്ടുമുട്ടാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് നിങ്ങളുടെ നല്ല നല്ല ഓർമ്മകളുള്ള നല്ല നിമിഷങ്ങളുള്ള നല്ല വ്യക്തികളെയാണ് കാണുന്നത്. അപ്പം അങ്ങനെ തിങ്കളാഴ്ച ദിവസം ഇതാണ് മക്കളെ നിങ്ങളുടെ എനർജി. പിന്നെ എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഈ ഒരു കാർഡ് വന്നേക്കൊണ്ട് ഞാൻ പറയാം 6 of Cups വന്നിരിക്കുന്നുണ്ട്.
പാസ്റ്റിലുള്ള ആ ഒരു ഓർമ്മകളിൽ ആ ഒരു വ്യക്തി ഇനിയിപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ലവ് റിലേഷനുള്ള ഏതെങ്കിലും വ്യക്തികളാണെങ്കിൽ ആ ഒരു വ്യക്തി ഒന്ന് മാരേജിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാനും ഇല്ലെങ്കിൽ പോസിറ്റീവായ കാര്യങ്ങൾ ആ ഒരു കാര്യത്തിൽ നടക്കും. കാരണം ലൈഫ് ലോങ് കൂടെ കാണുന്ന വ്യക്തികളായിരിക്കും ആ തിങ്കളാഴ്ച നിങ്ങൾ കണ്ടുമുട്ടുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ലൈഫ് ലോങ് നിങ്ങളുടെ കാണും. അതിപ്പോൾ മാരേജ് എന്നല്ല, അല്ലാതെ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടോടെ ആ ഒരു വ്യക്തി, അത് നല്ലൊരു വ്യക്തിയായിട്ടാണ്, നല്ലൊരു ജെന്യൂൻ ആയിരിക്കും ആ ഒരു വ്യക്തി, സോൾ കണക്ഷൻ കാണും ആ ഒരു വ്യക്തിയായിട്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തിയാണ് തിങ്കളാഴ്ച ദിവസം കണ്ടുമുട്ടുന്നത്. ആ ഒരു വ്യക്തിയുടെ സഹായത്തോടെ നിങ്ങളിലേക്ക് വരുന്ന എനർജി കൊണ്ട് നിങ്ങൾക്ക് എല്ലാം പോസിറ്റീവായിരിക്കും, നിങ്ങൾക്ക് സന്തോഷത്തിലായിരിക്കും നിങ്ങളുടെ ജീവിതം പിന്നെ മുമ്പോട്ട്. ഓക്കെ മക്കളെ, ഇതാണ് തിങ്കളാഴ്ച. ഇനി നമുക്ക് ചൊവ്വാഴ്ച നോക്കാം. ചൊവ്വാഴ്ച ദിവസം എങ്ങനെയുള്ള എനർജി ആയിരിക്കും നിങ്ങൾക്ക് നോക്കട്ടെ. ഇപ്പോൾ ഏതായാലും പ്രണയം മാരേജിലേക്കൊക്കെ കാത്തിരിക്കുന്ന വ്യക്തികൾക്കായിരിക്കും തിങ്കളാഴ്ച ദിവസം ഇങ്ങനൊരു ആ ഒരു വ്യക്തി വരെയും പ്രപ്പോസലുമായിട്ട് വന്ന് മാരേജ് ഫിക്സ് ചെയ്യാനൊക്കെ അന്നത്തെ ദിവസം, അതല്ലെങ്കിൽ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അതിനൊരു പോസിറ്റീവായിട്ടൊരു കാര്യം തിങ്കളാഴ്ച ദിവസം നടക്കും. പിന്നെ തിങ്കളാഴ്ച ദിവസം എന്താ നോക്കട്ടെ ഇവിടെ. ചൊവ്വാഴ്ച ദിവസം ഓക്കെ 2 1s വന്നിട്ടുണ്ട്. ക്ലാരിറ്റി ഒന്ന് എടുക്കേണ്ടത്. ഇതാണ് 2 Pentacles, King of Cups, Page of Cups. ഇത്രയാണ് വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് 5 of Swords ആണ് വന്നിരിക്കുന്നത്. 5 of Swords കണ്ട. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനായിരുന്നു എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ. നിങ്ങൾക്ക് എന്ത് കാര്യത്തിന് മുമ്പോട്ട് പോകുന്ന നിങ്ങൾക്ക് കൺഫ്യൂഷൻ. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ കുറേ സ്വാർത്ഥയുള്ള ആൾക്കാരുണ്ട്. അവരുടെ ഒരു എനർജി കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട നല്ല നല്ല കാര്യങ്ങളൊക്കെ തടസ്സമായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആകെ ഒരു കൺഫ്യൂഷനിലാണ്. ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങൾക്ക് ഒട്ടും ഓക്കെ ആവുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ലൈഫിൽ, പക്ഷേ നിങ്ങളുടെ കയ്യിൽ അതിനുള്ള പൈസകളൊന്നും ഇല്ല. അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനായിട്ടിരിക്കുന്നു. അങ്ങനെ അന്നത്തെ ദിവസം, ചൊവ്വാഴ്ചത്തെ ദിവസം ഇങ്ങനെ കൺഫ്യൂഷൻ ഇരിക്കുന്നുണ്ട്. അത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ എനർജിയും കാണിക്കുന്നുണ്ട്, 5 of Swords കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്തോ എന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. കാരണം അവരുടെ ഒരു എനർജിയാണ് കൂടുതലും കാണിക്കുന്നത് ഇതിനകത്ത്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി നിങ്ങളിരിക്കുന്ന എനർജിയാണ്. കാരണം ഈ ഒരു കാര്യത്തിനും മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, സ്റ്റക്കായിരിക്കുവാണ്, കൺഫ്യൂഷനാണ്, അങ്ങനെ ഇരിക്കുന്നൊരു എനർജിയാണ് കാണിക്കുന്നത്. പൈസപരമായിട്ടാണ് ബുദ്ധിമുട്ടിരിക്കുന്നു, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു കാര്യത്തിനും മുമ്പോട്ട് പോകാൻ പറ്റാത്ത ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു സ്നേഹത്തോടെ മറ്റുള്ളവരോടൊക്കെ നല്ല സ്നേഹത്തോടെ പെരുമാറാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളുടെ ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഗുണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെഡിറ്റേഷൻ്റെയൊക്കെ ഒരു പവർ ആയിരിക്കണം. നിങ്ങൾക്ക് എല്ലാവരുടെയും നല്ല സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് എല്ലാവരും വന്ന് സംസാരിക്കും. അവരുടെ അടുത്തൊക്കെ എത്ര നിങ്ങൾ ബുദ്ധിമുട്ടിലാണെങ്കിലും നിങ്ങൾ നല്ല സ്നേഹത്തോടെ ആയിരിക്കണം ദിവസം പെരുമാറുന്നതും. അവർക്ക് നല്ല നല്ല ഗൈഡൻസ് കൊടുത്ത് അവരെ നല്ലൊരു സമാധാനിപ്പിക്കാനും സന്തോഷത്തോടെ അവരെ പറഞ്ഞു വിടാനൊക്കെ സാധിക്കും. ഇതൊക്കെ പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പം റിലേഷനിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ആ ഒരു വ്യക്തി സ്നേഹത്തോടെ വരുന്ന എനർജിയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ആ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് പോസിറ്റീവായ റിസൾട്ട് അന്നത്തെ ദിവസം കിട്ടും. അതല്ല അങ്ങനെ ഒരു ഈ ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന അല്ലാതെ ഈ റിലേഷനിൽ വല്ലതും വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ആ ഒരു വ്യക്തി സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന എനർജി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു 5 of Swords വന്നിരിക്കുന്നുണ്ട്.
അവർക്ക് എപ്പോഴും ഒരു രണ്ട് മുഖം കാണും. നിങ്ങളെ കാണുമ്പോൾ നല്ല സ്നേഹമായിരിക്കും, പക്ഷെ ഒരു അല്ലാത്തപ്പം അവർക്ക് നിങ്ങളോട് ഭയങ്കര അസൂയായിരിക്കും. നിങ്ങൾ ഒരു തരത്തിലും രക്ഷപ്പെടുന്നില്ല. നിങ്ങൾ സന്തോഷമായിട്ട് ചിരിച്ചിരിക്കുന്ന കാണുന്ന ഇഷ്ടപ്പെടാത്ത ഒരുപാട് വ്യക്തികൾ കാണും നിങ്ങളുടെ ജീവിതത്തിൽ. അങ്ങനെയുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അങ്ങനെയുള്ളവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അവരുടെ അടുത്തുനിന്ന് നിങ്ങൾ എപ്പോഴും മാറി നിൽക്കാൻ നോക്കുക. നിങ്ങളുടെ നല്ല നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ഒന്നും അവരോട് ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ളൊരു എനർജി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും. നമുക്ക് ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. എല്ലാത്തിനും സ്റ്റക്കായി നിൽക്കും നമ്മൾ. അതുകൊണ്ട് ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ചൊവ്വാഴ്ച ദിവസം ഇങ്ങനെ കൺഫ്യൂഷനും ഫിനാൻഷ്യലൊക്കെ വെച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ ഓക്കെ ആയിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു സമാധാനം കാണും, സന്തോഷമായിരിക്കും. സന്തോഷം എന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ പെരുമാറാനും നല്ല സ്നേഹത്തോടെ നിൽക്കാനൊക്കെ സാധിക്കും. പിന്നെ ഏതെങ്കിലും വ്യക്തികളൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ആ ഒരു വ്യക്തികളൊക്കെ നിങ്ങളിലേക്ക് അന്തസ്സം സ്നേഹത്തോടെ വരും. അങ്ങനെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷനിൽ കാണും. പിന്നെ എന്തായാലും ചൊവ്വാഴ്ച ദിവസം ഇതാണ് മക്കളെ എനർജി. നമുക്കിനിയും ബുധനാഴ്ച ദിവസം എന്താണെന്ന് നോക്കാം. ബുധനാഴ്ച ദിവസം എന്താണെന്ന് നോക്കുക. ബുധനാഴ്ച ദിവസം ഓക്കെ, 9 ഓഫ് പെന്റക്കിൾസ് ആണ്. ക്ലാരിറ്റി എടുക്കാൻ എന്തെന്ന് നമ്മൾ ചൊവ്വാഴ്ച ദിവസം ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കൺഫ്യൂഷനും പൈസരായിട്ടൊക്കെ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു മൂഡ് ഓഫൊക്കെ തോന്നുമെങ്കിൽ അതിൽ സ്റ്റക്കായിരിക്കരുത്. വിചാരിക്കുക ഇന്നൊരു ദിവസത്തെ എനർജിയാണിത്, നാളെ ഇതിൻ്റെക്കാട്ടിലും നല്ല സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കും വരുന്നതെന്ന് ചിന്തിക്കുക. എപ്പോഴും നമുക്ക് എന്നും ഒരേപോലെ ഇരിക്കത്തില്ല. നെഗറ്റീവ്സ് മാത്രം നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. നമുക്ക് ഇന്നൊരു ദിവസം നെഗറ്റീവ് ആണെങ്കിൽ നാളെ അതിലും കുറേ കൂടെ നല്ല പോസിറ്റീവ് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പോൾ അതെപ്പോഴും ചിന്തിക്കുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഈസ് ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, 9 of Wands. ഓക്കെ, Knight of Swords. കണ്ടോ, ബുധനാഴ്ച ദിവസം എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു എനർജിയാണ്. ഫിനാൻഷ്യലി ആണ് അബണ്ടൻസ്, ക്ലാരിറ്റി എടുത്തതാണ് ഇത് മൂന്നും കേട്ടോ. ഞാനിത് പറയാൻ മറന്നുപോയി. അപ്പം 9 of Pentacles ആണ് വന്നിരിക്കുന്നത്. എന്തായാലും നല്ലൊരു സന്തോഷമാണ്. ഫിനാൻഷ്യലി അബണ്ടൻസ് ആണ് വരുന്നത് നിങ്ങൾക്ക് ബുധനാഴ്ച ദിവസം. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പൈസയ്ക്കൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ, ഇല്ല പൈസ ആരുടെങ്കിലും ചോദിച്ചിട്ട് അത് കിട്ടാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കൊക്കെ അന്നത്തെ ദിവസം കിട്ടിയിരിക്കും. അതുപോലെ നിങ്ങൾ പാർസൽ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അത് വല്ല ചിട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലോണൊക്കെ അപേക്ഷിച്ചിട്ട് അത് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അന്നത്തെ ദിവസം കിട്ടുന്ന എനർജിയാണ് കാണിക്കുന്നത്. പിന്നെ ക്ലാരിറ്റി എടുത്തപ്പം ടെമ്പറൻസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെന്തായാലും റിലേഷനിൽ ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് അന്നത്തെ ദിവസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മൾ ആദ്യം എടുത്ത കാർഡിൻ്റെ ഇത് എന്താണ് ബോട്ടം വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡുമാണ്. ബുധനാഴ്ച ദിവസം എന്തായാലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിനെ, നിങ്ങൾ പ്രണയിക്കുന്ന ഒരു വ്യക്തിനെ കണ്ടുമുട്ടാൻ ചാൻസ് ഉണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും. നിങ്ങളൊരു റീയൂണിയൻ്റെ ദിവസമാണെന്ന്. പിന്നെ ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പൈസ നിങ്ങളുടെ കയ്യിൽ വന്നു തരും. എവിടെ നിന്നെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ അന്നത്തെ ദിവസം ബുധനാഴ്ച ദിവസം പൈസ വന്നിരിക്കും. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു അതൊക്കെ നേടിയിരിക്കുക. അന്നത്തെ ദിവസം സക്സസ് ആണ്. നിങ്ങൾക്ക് ഏസ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പം എന്ത് കാര്യത്തിനും ഒരു തുടക്കമാണ് അന്നത്തെ ഈ ഒരു ചൊവ്വാഴ്ചത്തെ ദിവസം എനർജിയൊക്കെ കഴിഞ്ഞിട്ടൊരു നല്ല തുടക്കമാണ് ബുധനാഴ്ച ദിവസം നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റാർട്ടിങ് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്നത് അത് ആ ഒരു നല്ല തുടക്കമാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷനായിട്ട് സ്റ്റക്കായിരിക്കുന്നവർക്കൊക്കെ അന്നത്തെ ദിവസം ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ദിവസമാണ്. ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറ്റി നിങ്ങൾക്കൊരു സേഫായിട്ടൊരു തീരുമാനം, നിങ്ങളുടെ ആ ഒരു തീരുമാനം സേഫായിരിക്കും. ആ ഒരു തീരുമാനം മുമ്പോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വിജയം നേടാൻ സാധിക്കും. കാരണം എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ആ ഒരു ഇത്ര നാളായിട്ട് വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നേടാൻ പറ്റാത്ത പോലെ എന്തെങ്കിലുമൊക്കെ വിഷമിച്ചിരിക്കുന്ന എനർജികളോ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു കാര്യത്തിന് അന്നത്തെ ദിവസം ഒരു പുതിയ തുടക്കമാണ്. അങ്ങനെ നിങ്ങളുടെ കൺഫ്യൂഷനും എല്ലാ ഡൗട്ടും എല്ലാം മാറി നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഒരു തീരുമാനം ആ ഒരു കാര്യത്തിലെടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകും. ആ ഒരു കാര്യത്തിലൂടെ നിങ്ങൾ ഫിനാൻഷ്യലി അബണ്ടൻസ് നേടുന്ന എനർജിയാണ് കാണിക്കുന്നത്.
ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും അന്നത്തെ ബുധനാഴ്ച ദിവസം ഭയങ്കര സന്തോഷമാണ്, നിങ്ങൾക്ക് വിജയമാണ്, എന്ത് കാര്യവും മുമ്പോട്ട് പോകുന്നത് നേടിയിരിക്കും. പിന്നെ ഒരു ബാലൻസിലേക്ക് എത്തുന്ന ദിവസമാണ് അന്ന് ബുധനാഴ്ച ദിവസം. ഞാൻ പറഞ്ഞല്ലോ, റിലേഷനിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കൊക്കെ അന്നത്തെ ദിവസം കാണാൻ സാധിക്കും. റീയൂണിയൻ്റെ ദിവസമാണെന്ന്, റീയൂണിയൻ നടക്കും അന്ന്, കാരണം അങ്ങനെ ഒരു വ്യക്തികളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ബാലൻസിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ ഒരു എനർജിയൊക്കെ ഒന്ന് ബാലൻസിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് മക്കളെ ബുധനാഴ്ച. നമുക്ക് ഇനി വ്യാഴാഴ്ച ദിവസം എന്താണെന്ന് നോക്കാം. ബുധനാഴ്ച എന്തായാലും ഫിനാൻഷ്യലി എവിടെന്നെങ്കിലും കുറച്ച് പൈസ, അത് നിങ്ങൾ ചോദിച്ചിട്ട് ആരെങ്കിലും തരാൻ വെയിറ്റ് ചെയ്തിരുന്നവരൊക്കെ തരും. അത് എവിടെ നിന്നായാലും കിട്ടിയിരിക്കും ബുധനാഴ്ച ദിവസം. ഇനി വ്യാഴാഴ്ച ദിവസം എന്താണെന്ന് നോക്കാം മക്കളെ. വ്യാഴാഴ്ച 10 of Pentacles ആണ്. വ്യാഴാഴ്ച ഇത് തന്നെ കേട്ടോ. ഫിനാൻഷ്യലി നല്ലൊരു എനർജിയാണ്. അപ്പം ബുധനും വ്യാഴമൊക്കെ നിങ്ങളുടെ കയ്യിൽ പൈസ വന്നിരുന്ന ദിവസങ്ങളാണ് വ്യാഴാഴ്ച. ക്വീൻ ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. കാറ്റെടുക്കുമ്പോൾ എന്താന്ന് നോക്കട്ടെ. 3 of Wands, 8 of Pentacles. ഇപ്പോൾ വ്യാഴാഴ്ച ദിവസവും 10 of Pentacles ആണ് വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് എംപ്രസിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസും മറ്റേ കാർഡിൽ കിങ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അന്നത്തെ ദിവസം നിങ്ങൾ പാസ്റ്റിൽ എന്തൊക്കെ കാര്യത്തിൽ നിങ്ങളുടെ ഒന്നീ വീട്ടിലുള്ള നിങ്ങളുടെ എന്താ കുടുംബസ്വത്തൊക്കെ കിട്ടണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഒരു എന്താണ് നമ്മൾ പറയുമല്ലോ, അത് നമുക്ക് കിട്ടുന്നതിന് എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ ആരെങ്കിലും അതിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ, ഈ ഒരു വ്യാഴാഴ്ച ദിവസം ഇതൊക്കെ നമുക്ക് വിട്ട് കിട്ടുന്ന ദിവസമാണ്. നമ്മുടെ കുടുംബസ്വത്തോ ഇല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗതമായിട്ട് നമ്മുടെ ഫാമിലി നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും പ്രശ്നം അതിനകത്ത് തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് കാണും. ഈ ഒരു കാര്യം നമുക്ക് നേടാനും സാധിക്കും, എന്തെങ്കിലും സ്വത്തോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ക്വീൻ ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ ഒരു ഇമോഷണലി ഉള്ള കാര്യങ്ങളോ ഇല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുമോ ഞാനിങ്ങനെ തീരുമാനം എടുത്ത്, അങ്ങനത്തെ ഒരു മൈൻഡ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകുന്നതാണ്. കാരണം ഇനി നേടണം ആ ഒരു ചിന്ത മാത്രമേ നിങ്ങളുടെ മനസ്സിലുള്ളൂ. അല്ല മറ്റുള്ളവർക്ക് ഫീലാവുമോ, അവരെങ്ങനെ ഇത് എടുക്കും, അവർക്ക് ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്നെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കും, അങ്ങനത്തെ ഒരു ചിന്തകളും ഇല്ലാതെ നിങ്ങൾ കറക്റ്റ് ആ ഒരു കാര്യം തീരുമാനം എടുത്ത് പോകുന്ന ദിവസമാണ് വ്യാഴാഴ്ച. അങ്ങനെ നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മാറ്റി നിങ്ങൾ കറക്റ്റ് ആ ഒരു തീരുമാനം എടുക്കും. കാരണം ക്വീൻ ഓഫ് സോഴ്സ് വന്നിരിക്കുന്നത് 3 of Wands വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു മുമ്പോട്ട് പോക്ക് തീരുമാനം എടുക്കും. മുമ്പോട്ട് പോകുന്നത് തീരുമാനം എടുക്കാനായിട്ട് ആ തീരുമാനം എടുത്തിരിക്കും. ആ തീരുമാനം എടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു തീരുമാനത്തിലൂടെ നിങ്ങൾക്ക് സക്സസ് ആണ്, എല്ലാ കാര്യങ്ങളും നേടും. ഫിനാൻഷ്യലി നല്ലൊരു സ്റ്റെബിലിറ്റി കിട്ടും. ആ ഒരു ഏണിങ്സ് ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണ് അന്നത്തെ. ഏണിങ്സ് ഇപ്പോൾ തുടങ്ങും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്തവർ ആണെങ്കിൽ അതിലാണെങ്കിലും നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു കഴിവ് തെളിയിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അതിലൂടെ നിങ്ങൾ എല്ലാ ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫിനാൻഷ്യലി അബണ്ടൻസ് വരുന്ന എനർജിയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ മുമ്പോട്ട് പോക്കായിരിക്കും നിങ്ങളുടെ ഒരു സക്സസ്. അതുകൊണ്ട് വ്യാഴാഴ്ച ദിവസം നിങ്ങൾ എന്ത് കാര്യത്തിനും മൈൻഡിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ വരും, ഇത് ചെയ്താൽ എങ്ങനെയായിരിക്കും, ഓക്കെ ആവും എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. പിന്നെ ഫാമിലിയുള്ള എല്ലാവരുടെയും സപ്പോർട്ട് കാണും. എല്ലാവരും നല്ല സഹകരണവും സ്നേഹത്തോടെ ആയിരിക്കും. അപ്പോൾ എന്തായാലും വ്യാഴാഴ്ച ദിവസം നിങ്ങൾക്ക് ബുധനും വ്യാഴവും അതെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു നല്ല എനർജിയിൽ നിൽക്കുന്നതാണ്. അത് നിങ്ങളുടെ കഷ്ടപ്പാടിനൊക്കെ ഒരു ഫലം, നിങ്ങൾ നല്ലൊരു പ്ലാനിങ്ങോടെ മുമ്പോട്ട് പോയി നിങ്ങൾ നേടുന്നതാണ് വ്യാഴാഴ്ച ദിവസം. നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മുമ്പോട്ട് പോകണമെന്നൊരു കറക്റ്റ് ഒരു
എന്താണ് ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരും. ആ ഒരു വഴി കൂടെ നിങ്ങൾ പോയി ആ ഒരു സ്റ്റാർട്ടിങ് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യലി സ്റ്റാർട്ടിങ് ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റെബിലിറ്റി കിട്ടും. എന്തായാലും അബണ്ടൻസിലേക്ക് കൊണ്ടെത്തിക്കും നിങ്ങളെ ആ ഒരു യാത്ര. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് വ്യാഴാഴ്ച ദിവസം നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ മനസ്സിൽ എന്തെങ്കിലും അങ്ങനത്തെ നല്ല തോന്നൽ കേട്ടോ. അതിപ്പോൾ നമ്മൾ മനസ്സ് പറയുന്ന പോലെ അല്ല, നമ്മളെപ്പോഴും നമ്മുടെ സോള് പറയുന്ന പോലെ മുമ്പോട്ട് പോയാൽ നമുക്ക് സക്സസ് ആയിരിക്കും. കാരണം നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ഒരു ജേണിയിൽ എത്തിക്കുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടി നമ്മളെ ജേണിയിൽ എത്തിക്കുന്നത് നമ്മുടെ മനസ്സല്ല. മനസ്സെപ്പോഴും നമ്മളെ നെഗറ്റീവിൽ എത്തിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സോള് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് നമുക്ക് എന്താണോ നമ്മുടെ ബ്രെയിൻ എന്താണോ നമുക്ക് തോന്നിപ്പിക്കുന്നത് ആ ഒരു കാര്യങ്ങളായിരിക്കും നമ്മളെപ്പോഴും എടുക്കേണ്ടത്. നമ്മുടെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ അതിലൂടെ ഇൻറ്റ്യൂഷൻ നോക്കുക, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. നിങ്ങളുടെ ഒരു സോള് പറഞ്ഞു തരും, അത് കറക്റ്റ് ആ ഒരു പാത്തിലൂടെ നിങ്ങൾ പോവാം, നിങ്ങൾക്ക് സക്സസ് ആയിരിക്കും. എന്തായാലും വ്യാഴാഴ്ച ദിവസം ബുധനാഴ്ച ദിവസം നിങ്ങൾക്ക് ഫിനാൻഷ്യലി അബണ്ടൻസ് ആണ് കാണിക്കുന്നത്. അത് വ്യാഴാഴ്ച ദിവസം നിങ്ങളുടെ ഒരു മുമ്പോട്ട് പോക്ക്, ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകുന്നു. മറ്റുള്ളവരുടെ ഒന്നും ഒരു ഇമോഷണലി ഒന്നും നിങ്ങൾ നോക്കാതെ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകുന്നു. അത് നിങ്ങൾ വിജയം നേടിയിരിക്കും. വിജയം നേടുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യലി നല്ലൊരു സ്റ്റെബിലിറ്റി കിട്ടും. ഇതുവരെയുള്ള ബുദ്ധിമുട്ടെല്ലാം മാറുവാണ് വ്യാഴാഴ്ച. അപ്പോൾ നമുക്കിനി വെള്ളിയാഴ്ച നോക്കാം എന്താണ്. വെള്ളിയാഴ്ച ദിവസം എന്താ നോക്കട്ടെ. വെള്ളിയാഴ്ച എംബ്രറിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ക്ലാരിറ്റി എടുക്കുമ്പം പേജ് ഓഫ് പെൻറ്റക്കിൾസ് എംബ്രർ തന്നെ വന്നിട്ടുണ്ട്. ലവേഴ്സ് കാർഡ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഇതാണ് എനർജി. എന്തായാലും ഒരു അതോറിറ്റി കിട്ടുന്ന ദിവസമാണ്. എന്താണ് അന്നത്തെ ദിവസം വെള്ളിയാഴ്ച ഒരു ഫിനാൻഷ്യലി ഒരു സ്റ്റാർട്ടിങ് കാണിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്കൊരു നല്ലൊരു പുതിയ തുടക്കം, ഒരുപാട് പ്രതീക്ഷയോടെ ഒരു തുടക്കം കാണിക്കുന്നുണ്ട്. അത് നിങ്ങളെ ഒരു എംബ്രറിൻ്റെ പവറിലേക്ക് നിങ്ങളെ എത്തിക്കും. എന്തായാലും നല്ലൊരു അതോറിറ്റി ഉള്ള ദിവസമാണെന്ന്. ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു കാര്യമാണ് കാണിക്കുന്നത്. ഒരുപാട് സ്നേഹത്തോടെ അന്നത്തെ ദിവസം ഒരു കണ്ടുമുട്ടാനോ ഇല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടെന്ന് എന്തെങ്കിലും മെസ്സേജ് വരുമോ ഇല്ല ഒരു ഫോൺ കോൾ വരുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. പിന്നെ നല്ലൊരു എനർജി ആയിരിക്കും വെള്ളിയാഴ്ച ദിവസം. അതോറിറ്റി കാണും. സക്സസ് ആയിരിക്കും ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളുടെ ഹാർഡ് വർക്കിന് എല്ലാം ഒരു ഫലം കിട്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കിനൊക്കെ എല്ലാവരും അംഗീകരിക്കും. ഇത് ഇത്രയും നാളെ നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കൊന്നും ആരും നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നതായിരുന്നെങ്കിൽ, പക്ഷേ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് നല്ല ഒരു എല്ലാവരും ഒരു അംഗീകാരം കിട്ടുന്ന ദിവസമാണ്. അത് എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങളുടെ ഒരു കഷ്ടപ്പാടൊക്കെ എല്ലാവരും പറഞ്ഞ് നിങ്ങളെ ഒരു പ്രകീർത്തിക്കുന്ന ദിവസമായിരിക്കും. നിങ്ങൾക്ക് തന്നെ നിങ്ങളോടൊരു റെസ്പെക്റ്റ് ഒക്കെ തോന്നും. ആ ഒരു നിലയിലേക്കായിരിക്കും പോകുന്നത് വെള്ളിയാഴ്ച ദിവസം. പിന്നെ റിലേഷനിൽ അന്നത്തെ ദിവസം ഈ ലവേഴ്സ് കാർഡ് വന്നുകൊണ്ട് ഞാൻ പറയുക മാരേജിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുമെന്ന്. ഇത് ലൈഫ് ലോങ് നിലനിൽക്കുന്ന ഒരു ബന്ധം അന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ കാണുമോ ഇല്ലെങ്കിൽ മാരേജിനെ കുറിച്ച് ഒന്ന് ഫിക്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന എനർജി കൂടുതലും കാണിക്കുന്നുണ്ട് ഇവിടെ. ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉള്ള ആൾക്കാർക്ക് അവർക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഓവർകം ചെയ്ത് നല്ലൊരു പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കും. പൈസപരമായിട്ട് എന്തായാലും ആ ഒരു പേജ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ് എന്ത് കാര്യത്തിനായാലും നിങ്ങളുടെ സ്റ്റാർട്ടിങ് അത് നല്ല ഒരു സ്റ്റാർട്ടിങ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ് ആണ്. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പം കരിയറിലാണെങ്കിലും ഇനിയിപ്പം നിങ്ങൾക്ക് നല്ല നല്ല സപ്പോർട്ട് തരുന്ന അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന നല്ലൊരു വ്യക്തിയെ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തിനെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷനൊന്നും ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പൈസപരമായിട്ടാണെങ്കിലും ബെസ്റ്റാണ് ആ ഒരു കാർഡ്, ലവേഴ്സ് കാർഡ്. അപ്പം വെള്ളിയാഴ്ച ദിവസം എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു എനർജിയാണ്. നിങ്ങളുടെ ഹാർഡ് വർക്കിനൊക്കെ ഒരു ഫലം കിട്ടുന്നത് പോലെ തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന നിമിഷങ്ങളാണ് അന്നത്തെ വെള്ളിയാഴ്ച ദിവസം. നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും എല്ലാവരും.
നിങ്ങൾക്ക് ഇത്രയും നാൾ തരാത്തൊരു അധികാരവും അല്ല അംഗീകാരവും സ്നേഹവും ഒന്നും എങ്ങൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇത്രയും നാൾ കിട്ടാത്ത ആ ഒരു സ്നേഹവും അംഗീകാരവും ഒക്കെ കിട്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ റെസ്പെക്റ്റ് തോന്നുന്ന ദിവസമാണ്. ഫിനാൻഷ്യലി ഓക്കെയാണ് അന്നത്തെ ദിവസം. ഇതാണ് മക്കളെ വെള്ളിയാഴ്ച ദിവസം. ഇനി നമുക്ക് ശനിയാഴ്ച എന്താണെന്ന് നോക്കാം. ശനിയാഴ്ച ശനിയാഴ്ച ദിവസം ടവർ വന്നിട്ടുണ്ട്. ക്ലാരിറ്റി എടുക്കാനാണ്. വീണ്ടും ടവറാണ്. ഓക്കെ, ക്ലാരിറ്റി എടുത്തോളും ടവർ. പെട്ട ശനിയാഴ്ച ദിവസം എന്തൊക്കെ നോക്കട്ടെ. Knight of Pentacles, King of Swords, ഓക്കെ. ശനിയാഴ്ച ദിവസം ടവർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തൊരു കാര്യം സംഭവിക്കും. അത് അത്ര നല്ലതല്ല. ഫിനാൻഷ്യലി ആയിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒരു വിഷമമുള്ള സിറ്റുവേഷനാണ്. കാരണം കൺഫ്യൂഷൻ്റെ കാർഡൊക്കെ ഉണ്ട്. ബോട്ടം വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വരുന്ന കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. കാരണം നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഒരു കാര്യം ശനിയാഴ്ച നടക്കും എന്നുള്ള ഉറപ്പാണ്. അത് നിങ്ങൾക്ക് ഇച്ചിരി പെയിൻഫുള്ളായിരിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു ഞെട്ടലൊക്കെ ഉണ്ടാകുന്ന എന്തോ ഒരു സംഭവമാണ് ഉണ്ടാകുന്നത്. അപ്പം അത് സാരമില്ല. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരത്തില്ല. കാരണം ഡിവൈൻ നമ്മളെ പരീക്ഷിക്കുന്നതാണ്. ഒരുപാട് നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ തന്ന് നമ്മളെ പരീക്ഷിക്കും. അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതധികം ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ വന്നാലും നമുക്കതത്ര ഫീൽ ചെയ്യത്തില്ല. കാരണം ഇത് 2 ടവറും വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു ശനിയാഴ്ച ദിവസം എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. അത് ഒരുപാട് വിഷമിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾക്ക് ഒരുപാട് വിഷമിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പോലത്തെ എന്തോ കാര്യമാണ്. പക്ഷേ അത് നിങ്ങൾ ഉൾക്കൊള്ളണം. ഞാൻ പറയുന്നത് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ഡിവൈനിൽ സറണ്ടർ ചെയ്യുക. ഒരു കാര്യം നിങ്ങൾക്ക് അപ്പം അത്ര പെയിൻഫുള്ളായിട്ട് തോന്നത്തുമില്ല. നിങ്ങൾക്ക് പിന്നെ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഡിവൈൻ പരീക്ഷണത്തിന് തരത്തുമില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ എന്തായാലും കിങ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകണം. ഈ ഒരു കാര്യത്തിൽ സ്റ്റക്കായിരിക്കാതെ നിങ്ങൾ വിഷമിച്ച് മുമ്പോട്ട് പോകാൻ പറ്റാത്ത പോലെ ഈ ഒരു കാര്യത്തിൽ പിന്നെ അതിൽ ഇരിക്കരുത്. ഇതെന്തായാലും നടക്കേണ്ടതായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നടന്നു. ഇനി എനിക്കിത് വരത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ആ ഒരു ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകാനാണ് ഡിവൈൻ പറയുന്നത്. കിങ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകും. കാരണം ആ ടൈമിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇങ്ങനെ ഇരിക്കേണ്ട. കാരണം ഇന്നത്തെ ആ ശനിയാഴ്ച ഒരു ദിവസത്തെ എനർജിയാണിത്. അപ്പോൾ ആ ദിവസം ഇത് കഴിഞ്ഞ് കിട്ടുമല്ലോ. കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും നേട്ടങ്ങളാണ്. അപ്പോൾ ഒരു ശനിയാഴ്ച ദിവസം ഇതാണ് എനർജി. പക്ഷെ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് വിടുക, ഡിവൈനിൽ സറണ്ടർ ചെയ്യുക. പിന്നെ ബോട്ടം വന്നിരിക്കുന്നത് കൺഫ്യൂഷൻ്റെ കാർഡും വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾ തിരിച്ചു പിടിക്കുകയാണ്. നിങ്ങളുടെ ധൈര്യം നിങ്ങൾ തിരിച്ചെടുക്കുകയാണ്. മറ്റുള്ളവരെ അവരുടെ വാക്കുകൾ കേൾക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്വന്തം അഭിപ്രായം ഉണ്ട്. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോയി നിങ്ങൾ എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ആ ഒരു ധൈര്യം നിങ്ങൾ തിരിച്ചു പിടിക്കുകയാണ് അന്നത്തെ ദിവസം. ഈ ഒരു സംഭവമൊക്കെ കഴിയുമ്പോഴത്തേനും നിങ്ങൾ സ്വയം മനസ്സിൽ തോന്നി നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസൊക്കെ നേടി നിങ്ങൾ വീണ്ടും പഴയതിനെക്കാട്ടി നല്ല ഒരു രീതിയിൽ നല്ലൊരു ധൈര്യം വീണ്ടെടുത്ത് നിങ്ങൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ് നിങ്ങളുടെ വിജയത്തിനായിട്ട്. അപ്പം ഈ ഒരു എനർജിയാണ് മക്കളെ ശനിയാഴ്ച ദിവസം. ഇനി നമുക്ക് ഞായറാഴ്ചത്തെയും കൂടെ നോക്കാം. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നമുക്ക് എപ്പോഴും ഒരേപോലെ സന്തോഷം മാത്രം നിൽക്കത്തില്ല, സങ്കടം മാത്രം നിൽക്കത്തില്ല. അപ്പം നമ്മളൊന്ന് ആലോചിക്കുക. ഇപ്പം ശനിയാഴ്ച ഇതിങ്ങനൊരു കാര്യം വന്നാലും ആലോചിക്കുക. ഇതിപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ പറയത്തില്ലേ, എന്താണ് കണ്ണി കൊള്ളാനുള്ള പിരിയത്ത് കൊണ്ട് അങ്ങനെ പോയി എന്ന് പറയുന്ന പോലെ ചിന്തിക്കുക. കാരണം
ഡിവൈനിൽ വിശ്വസിച്ച് നമ്മൾ ആ ഒരു സറണ്ടർ ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പെയിൻഫുള്ളായിട്ട് തരത്തില്ല ഒരു കാര്യങ്ങളും. അപ്പോൾ ശനിയാഴ്ച എന്തായാലും ഇങ്ങനെ എനർജി കണ്ടേക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ച് നന്നായിട്ട് മെഡിറ്റേഷനൊക്കെ ഡിവൈനിൽ സറണ്ടർ ചെയ്ത് ഡിവൈനോട് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകും. അപ്പോൾ നമുക്ക് അതങ്ങനെ മാറിപ്പോവും, വലിയ വിഷമമൊന്നും ഉണ്ടാകത്തില്ല. ഞായറാഴ്ച ദിവസം എന്താ നോക്കട്ടെ. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ക്ലാരിറ്റി നിൽക്കാൻ എന്താണ് ഞായറാഴ്ച ദിവസം. ഡബിൾ കാർഡ്, കിങ് ഓഫ് കപ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, ഇത്രയും വന്നിട്ടുണ്ട്. ഇപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം തിരിച്ചു പിടിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം. നിങ്ങളുടെ എല്ലാ പവറും തിരിച്ചു പിടിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ചീറ്റിങ്ങിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചീറ്റിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത എന്തോ ഒരു എനർജി, ഡബിൾ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത, നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത എന്തോ ഒരു എനർജി കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചീറ്റിങ്ങോ അങ്ങനെയൊക്കെ പെട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. എന്തായാലും ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസും കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു എല്ലാ സന്തോഷം തിരിച്ചു പിടിക്കുകയാണ്, എല്ലാ സ്നേഹം തിരിച്ചു പിടിക്കുകയാണ്. നിങ്ങളുടെ ഫിനാൻഷ്യലി ഉള്ള ആ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം മാറി നിങ്ങളെല്ലാം തിരിച്ചു പിടിക്കുന്ന ദിവസമാണ്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം മാറി, കഷ്ടപ്പാടെല്ലാം മാറി നിങ്ങൾക്ക് അനുകൂലം വരും. അപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും എനർജിയിൽ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും സങ്കടമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നെങ്കിൽ, മുമ്പോട്ട് പോകാൻ പറ്റാത്ത പോലെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. കാരണം നിങ്ങൾക്ക് പോകാൻ അറിയത്തില്ല മുമ്പോട്ട് എങ്ങനെയാണെന്ന്. കാരണം അങ്ങനെ ഒരു സ്റ്റക്കായ സിറ്റുവേഷൻ ഇരിക്കുന്നു എന്നാണ് ഇവിടെ കാർഡ് കാണിക്കുന്നത്. അത് ഈ ഡബിൾ എനർജി നമ്മൾ പറയുന്നുണ്ടല്ലോ, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഒരു എനർജികളാണ് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കൺഫ്യൂഷനായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർക്കൊക്കെ, ചീറ്റിംഗ് ഒക്കെ കിട്ടിയിട്ട് അതിൽ തന്നെ സ്റ്റക്കായിരിക്കുന്നവർക്കൊക്കെ അന്നത്തെ ദിവസം അവരുടെ മാക്സിമം അവരുടെ കഴിവെല്ലാം ഉപയോഗിച്ച് അവർ മുമ്പോട്ട് വരുവാണ്. അതിലൂടെ അവരുടെ എല്ലാ നേട്ടങ്ങളും, കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെ വന്ന് പൈസപരമായിട്ട് ഒരു നല്ലൊരു എനർജിയിലേക്ക്, ഒരു പൂർണ്ണതയിലേക്ക് എത്തും. കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ എല്ലാവരും നിങ്ങളെ സ്നേഹിക്കും അന്നത്തെ ദിവസം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളെല്ലാവർക്കും അങ്ങോട്ടും മാത്രമേ സ്നേഹം കൊടുത്തിട്ടുള്ളെങ്കിൽ ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു എനർജിയിലായിരുന്നെങ്കിൽ, പക്ഷേ ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ സ്നേഹങ്ങൾക്കൊക്കെ ഒരു പ്രാധാന്യം തരും. മറ്റേ നമ്മൾ എത്ര സ്നേഹം കാണിച്ചാലും നമ്മുടെ സ്നേഹത്തിനൊന്നും ഒരു വാല്യൂ ഇല്ലാത്ത പോലെ അവർ തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ, പക്ഷെ അന്നത്തെ ദിവസം നമ്മുടെ ഒരു സ്നേഹത്തിനൊക്കെ നല്ലൊരു പ്രാധാന്യം കാണും. നമ്മുടെ അടുത്ത് ഒരുപാട് സ്നേഹത്തോടെ അവരും പെരുമാറും. നമ്മളാ കൊടുക്കുന്ന സ്നേഹങ്ങൾക്കൊക്കെ ഒരു വാല്യൂ കാണും. എന്തായാലും നിങ്ങൾക്ക് ഞായറാഴ്ച ദിവസമല്ല, ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് അനുകൂലമാണ് മക്കളെ സമയം. അന്നത്തെ ദിവസം നല്ലൊരു ചേഞ്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അത് ഈ ഒരു കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഒക്കെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ നിങ്ങൾ സ്റ്റക്കായിരിക്കുന്നെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ചത് പോലത്തെ ഒരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് ഈ ഞായറാഴ്ച ദിവസം. എന്തായാലും ഒരു ഹെൽത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കായാലും നല്ലൊരു മാറ്റം, ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുള്ളവർക്ക് ഓക്കെ. അപ്പം ഞായറാഴ്ച ദിവസം ഇതാണ് എൻ്റെ പിള്ളേരുടെ എനർജി. നല്ലൊരു തുടക്കമാണ് ഞായറാഴ്ച ദിവസം. എല്ലാ ബുദ്ധിമുട്ടുകളും മാറുക, ചീറ്റിങ്ങും ഡബിളും ഒക്കെ കിട്ടി വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ അതൊക്കെ മാറിയൊരു നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ലൈഫിലേക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങൾ കൊണ്ടുപോവുകയാണ്. നിങ്ങളെല്ലാം ഡിവൈനായിട്ട് കൊണ്ടുപോവുകയാണ്. നിങ്ങളും അതിനൊപ്പം സന്തോഷത്തോടെ നീങ്ങുവാണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് ഈ ഒരു വീക്ക് നിങ്ങളുടെ എനർജി. നമുക്ക് മഹാദേവൻ്റെ കാർഡൊന്ന് എടുക്കാം. കുറേ നീണ്ടുപോയല്ലേ വീഡിയോ. ഓക്കെ, സോറി. എന്താണ് മഹാദേവൻ്റെ ബ്ലെസ്സിങ്സ് എന്താണെന്ന് പറയാനുള്ളത് നമുക്ക് നോക്കാം. മഹാദേവൻ്റെ അല്ല, ദേവിയുടെയാണ്. അർദ്ധനാരീശ്വർ കാണാവോ? അർദ്ധനാരീശ്വർ, ശിവ ആൻഡ് പാർവതീസ് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ഹാർമണി കാണാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ മഹാദേവൻ്റെയും പാർവതീദേവിയമ്മയുടെയും കൂടെയുള്ള ബ്ലെസ്സിങ്സാണ് കൂടുതലും തന്നിരിക്കുന്നത്. പിന്നെ ദക്ഷിണകാളി ബ്ലെസ്സിങ്സ് ഓഫ് ലോങ് ലൈഫ്.
ഇതാണ് മക്കളെ നിങ്ങളുടെ എനർജി ഈ വരുന്ന ആഴ്ച തിങ്കൾ തൊട്ട് ഞായർ വരെ. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ ലൈക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ മക്കളെ, താങ്ക് യു.